യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാലാ ഡിപ്പോയിൽ നിന്നും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്ന സ്പെഷ്യൽ സർവീസ് ബസ് ഉടൻ പുറപ്പെടുന്നു. ഏതാണ്ട് 500-ൽ പരം ട്രിപ്പുകൾ പാലാ KSRTCയിൽ നിന്ന് കോട്ടയ്ക്കുള്ള അല്ലെങ്കിൽ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ട് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ KSRTC ബസ് നമ്മളൊരു സർവീസ് നടത്തിയ 50 പേര് സീറ്റിംഗ് ആളിനുള്ള യാത്രക്കൂലി കിട്ടുമ്പോൾ ഈ സിസ്റ്റർ ആളെ കൊണ്ട് വരുമ്പോൾ 80, 90, 100 പേരൊക്കെയാണ് ട്രിപ്പിന് KSRTC ബസ്സിൽ കയറി പോകാൻ സാധിക്കുന്നത്. അത് KSRTCക്കും ഒരു വരുമാന മാർഗമായിരുന്നു. ഒരൊച്ചപ്പാടും ബഹളമില്ലാതെ മൊത്തം ആൾക്കാരുടെ ടിക്കറ്റ് സിസ്റ്റർ തന്നെ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കണ്ടക്ടർക്ക് കൊടുക്കുക. അത് ജീവനക്കാരെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയായിരുന്നു. ഒരു കാലത്ത് പാലായിൽ നിന്നും KSRTC ബസ് പിടിച്ച് പോട്ട ആശ്രമത്തിലേക്കും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കും ധാരാളം പേരെ കൂട്ടിക്കൊണ്ടുപോയി ജീവിത നവീകരണത്തിലേക്ക് നയിച്ച സിസ്റ്റർ കലിസ്റ്റസ് FCCയെ പരിചയപ്പെടാം മർത്ത ആൻഡ് മേരിയിലൂടെ. കലിസ്റ്റസമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയുടെ മാതാപിതാക്കളൊക്കെ നേരത്തെ മരിച്ചുപോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 1934 ഞാൻ ജനിച്ചത്. ക്രിസ്മസിൻ്റെ ദിവസം. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പോയി. അമ്മച്ചി നേരം എടുക്കുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം തീർത്തു. ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. അമ്മ അകത്ത് കയറിപ്പോയി. എന്നിട്ട് പിന്നെ ഒരു സ്ത്രീ തീക്ക് വന്നു. തീ ചോദിച്ചപ്പോൾ ഇനി കയറി വരാൻ പറഞ്ഞു അകത്തോട്ടെ. അങ്ങനെ ആ സ്ത്രീ മാത്രമേ സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിള്ളേർ കൊച്ചു വീട്ടിൽ അവരെല്ലാം വന്നപ്പോൾ ഞാനുണ്ട് വീട്ടിൽ. അവിടെ മേരി എന്ന് എനിക്ക് പേരിട്ടു. പള്ളി കഴിഞ്ഞ് വരുമ്പോഴേ അമ്മ ജനിച്ചു. അമ്മ പേര് മേരി എന്നിട്ടു. 5 ദിവസം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് സമുക്കി. അതിനുശേഷം അമ്മയുടെ അമ്മച്ചിക്ക് എന്തായിരുന്നു അസുഖമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അമ്മച്ചിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പാപ്പന് വലിയ സ്നേഹമാണ് അമ്മയുടെ. അപ്പം അമ്മ 2 മാസം കഴിഞ്ഞിട്ട് അടുക്കളയിലൊന്നും കയറ്റുകയല്ലോ. പുറത്ത് ഞങ്ങൾ കിടക്കുന്ന മുറിയുടെ പുറത്ത് വശത്ത് വലിയ മുഴുപ്പുള്ള മാങ്ങ ഉള്ളൊരു മാവുണ്ടേ. പണിക്കാരൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. അപ്പോൾ ചുമ്മാ അമ്മ മാങ്ങ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ വശത്തെ വാതിൽ കൂടെ. അങ്ങനെ മാങ്ങ എടുക്കാൻ കുനിഞ്ഞ നേരത്തിന് കുഞ്ഞിപ്പാപ്പൻ കയറി മാവെ കുലുക്കിയതാ. അതിലൊരു മാങ്ങ പുറത്ത് വീണു. അന്നേരം അവിടെ തന്നെ ഇരുന്നു കഴിഞ്ഞ് കുഞ്ഞിപ്പാൻ ഓടി ഇറങ്ങി വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞേച്ചി മിണ്ടിയേക്കരുതേ, അപ്പാപ്പൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ചേച്ചിയോട് വലിയ എൻ്റെ അമ്മയോട് ഒത്തിരി സ്നേഹമായിട്ടാണ് തറവാട്ടിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മിണ്ടിയില്ല. 2-3 മാസമായപ്പോൾ മേലാതെ ഉണ്ടായെങ്കിലും മിണ്ടിയില്ല. 1 വർഷമായപ്പോൾ ഒട്ടും മേല നടക്കത്തില്ല. അങ്ങനെ നെട്ടലിൻ്റെ അവിടെ ഒരു വിശല പോലെ സാധനം വന്ന് മുറ്റിപ്പോയെന്ന് പറഞ്ഞു. നെയ്യൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് ദൂരെയാണ്. നെയ്യൂർ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ മരിച്ചു പോയെന്ന് വരും. ഇതൊന്നും ചെയ്യാതെ ആയുർവേദ ചികിത്സ പോലും ചെയ്താൽ ഈ കൊച്ചിന് 10-12 വയസ്സ് വരെയിൽ അമ്മയെ കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ 3 മാസത്തെ ആയുർവേദ ചികിത്സയായിരുന്നു. ഒത്തിരി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മുറിയിൽ കിടത്തി വെപ്പ് കാടിയോ ഇങ്ങനത്തെ എല്ലാം കൊണ്ടുവന്ന് തോണിക്കകത്ത് കിടത്തിയാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ എത്ര വർഷം അമ്മ അങ്ങനെ കിടന്നു രോഗിയായി? 11 വർഷം കിടന്നു. 11 വർഷം അമ്മ രോഗാവസ്ഥയിലായിരുന്നു അല്ലേ? അതെ. അമ്മച്ചി മരിച്ചതിന് ശേഷമുള്ള അമ്മയുടെ ആ വീട്ടിലെ ജീവിതമൊക്കെ സഹോദരങ്ങളുടെ പരിഗണനയും അല്ലെങ്കിൽ അച്ചാച്ചനുണ്ടായിരുന്നല്ലോ, അച്ചാച്ചൻ്റെ സ്നേഹമൊക്കെ, അതിനെക്കുറിച്ചൊക്കെ അമ്മ എന്താ പറയാനുള്ളത്? എനിക്കൊരു കുഞ്ഞ് അസുഖം വന്നപ്പോൾ ഇച്ചാൻ്റെ കൂടെയാണ് കിടത്തുന്നത് തന്നെ. കൂടെ കിടക്കും. അതുപോലെ തന്നെ ഇച്ചാൻ എപ്പോഴും കരുതലുണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ. സഹോദരങ്ങൾ എത്ര പേരാ? സഹോദരങ്ങൾ ഞങ്ങൾ 5-6 പേരായിരുന്നു. 3 പേര് നേരത്തെ മരിച്ചുപോയി. പിന്നെ കുഞ്ഞാങ്ങള ഞാനും ഒത്തിരി കൂട്ടായിരുന്നു. നേരെ ഇളയത് മൂത്തത്. പിന്നെ ചേച്ചിമാർ 2 പേര് അന്നേരം ഉണ്ട്. അവരും പഠിക്കുക, ദൂരെയാണ് പോകുന്നത് സ്കൂളിൽ.
അമ്മ സ്കൂളിൽ പഠിച്ചത് എവിടെയാണ്, ഏത് സ്കൂളിലാണ്? ഞാൻ മണലെങ്കലും മൂഴൂറും മണലെങ്കലും മഞ്ഞാമറ്റും. അതിനുശേഷം അമ്മ കോൺവെന്റിൽ സിസ്റ്റർ ആകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണോ? അതെയോ? നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. വെച്ചാൽ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കും എപ്പോഴും. രാത്രിയിൽ പാതിരായിക്ക് പ്രാർത്ഥനയുണ്ട് അവിടെ. വെല്ലുമ്മച്ച് ശേഷം ചെല്ലും, വീട്ടിലെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനും കേട്ടുകൊണ്ട് കിടക്കുവേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ, ചായനം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ വിവാഹ ജീവിതത്തിന് വിടണമെന്നുള്ള തീരുമാനമായി കുഞ്ഞാങ്ങളൊക്കെ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായി തീർന്നു. പറഞ്ഞാൽ രക്ഷയില്ലല്ലോ ഇവിടെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ രോഗിയായിട്ട് രോഗാവസ്ഥയിൽ കൊടുങ്ങൂർ ആശുപത്രിക്ക് കൊണ്ടുപോയി. 3 ഹോസ്പിറ്റലിലും ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചു. അവർക്ക് 1 മാസത്തോളം ഇവിടെ കിടന്നു. ഒരു പരവേശം പോയി എനിക്ക് വരും, ഇനി അങ്ങ് വലിയ വിഷമമാണ്. അപ്പോൾ മനസ്സിലാകുന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ചിൻ്റെ മനസ്സ് എളപ്പമാണ്, വേറെ എവിടെയും ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഡോക്ടർ വാസുദേവൻ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ളൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. ആ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു മുറി കയറ്റി കഥ അടച്ചേച്ച് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഓരോന്നും ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നിശ്ചയം പറഞ്ഞു, ഞാൻ കോൺവെൻറ്റിൽ പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു കിട്ടുകയില്ല, അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങി. എന്നിട്ട് 2-3 വണ്ടിക്ക് ആൾ വന്നിരിക്കുന്നു വീട്ടിൽ നിന്ന്. എന്നാ പറ്റിയെന്ന് അറിയത്തില്ലെന്ന് ഡോക്ടർ. അന്നേരം അവരോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കൊച്ചിനെ മടത്തി വിട്ടാൽ മതി, അസുഖം പൊക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് തീരുമാനം എടുത്തത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു. 15 ദിവസത്തെ കണ്ടൊരു ടോണിക്ക് മാത്രം കഴിച്ചാൽ മതി, വേറെ മരുന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മരുന്ന്. അന്ന് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്ക് 16 വയസ്സ്. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ മടത്തി ചേരാൻ സാധിച്ചോ? ഒരു കൊല്ലം കഴിഞ്ഞ് 10-ലായില്ല, 9 പഠിക്കുമ്പോഴായി സൂക്കേട് വരുന്നത്. 10 പോയപ്പം 10 കഴിഞ്ഞപ്പോഴത്തേനും പോന്നു. അമ്മ എവിടെയാണ് ചേർന്നതാ ആദ്യമായിട്ട്? ഞാൻ ഭരണങ്ങാനത്ത് പോകാൻ ആഗ്രഹിച്ചത്. അന്നേരത്തേന് ലയോമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് അവിടെ. ലയോമ്മ പറഞ്ഞു, ഭരണങ്ങാനത്തൊന്നും ദൂരെയൊന്നും പോകണ്ട, ഇവിടെ അടുത്ത മഠമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ചു. മഞ്ഞാമറ്റം മഠത്തിൽ മടത്തി ചേർന്ന് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണോ അച്ചാച്ചന് മരിക്കുകയൊക്കെ ചെയ്തത്? മടത്തിൽ വരുന്നതിന് മുമ്പേ മരിച്ചു. 13 വയസ്സിൽ ചായം മരിച്ചു. ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് 47 ഏക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ചായന. കൃഷി കാര്യങ്ങളൊക്കെ, നെല്ല് കൊണ്ടുവരാൻ വേണ്ടി പെർമിറ്റ് വാങ്ങിക്കാൻ പോയ വഴിയാണ് വണ്ടി നിർത്തി കാട്ടിലവിടെ. കൂത്താട്ടുകുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ, പുനരൂരപ്പുറം. അപ്പോൾ അന്നേരം വണ്ടി നിർത്തിയപ്പോഴത്തേനും ആളുകൾ ഓടി വന്ന് വണ്ടി നിർത്താൻ കൈ കാണിച്ചപ്പം ആൾ കയറാനാന്ന് ഓർത്തൊക്കെ നിർത്തിയത്. നിർത്തിയപ്പോഴത്തേനും മരം മറിഞ്ഞ് വീഴുമായിരുന്നു. മരം ചെത്തി വെച്ചിരിക്കുകയായിരുന്നു മറിക്കാനായിട്ട്. അപ്പം അങ്ങനെ മരം മറിഞ്ഞ് വീണ് ബസ്സിൻ്റെ മുകളിലോട്ട് വീണ് 12 പേര് മരിച്ചു. മരിച്ചതിൽ ഒന്ന് എൻ്റെ ഇച്ചായനായിരുന്നു. അപ്പം ഇച്ചാച്ചനും അമ്മച്ചിയും ഇല്ലാതെ സഹോദരങ്ങളാണ് അമ്മയെ കോൺവെന്റിൽ കൊണ്ടുവന്നാക്കുന്നത്? അതെ, കുഞ്ഞാങ്ങളെ സമ്മതിക്കുകയില്ല, ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടു. ചെറുപ്രായത്തിൽ തന്നെ മാതാവിനെയും പിതാവിനെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ആശ്വാസമായത് സഹോദരങ്ങളാണ്. ഏറെ തിക്താനുഭവങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ തനിക്കു വേണ്ടി കുരിശിൽ ബലിയായ നാഥനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. കോൺവെന്റിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ പരിശീലന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? വളരെ തൃപ്തികരമായിട്ടായിരുന്നു തോന്നുന്നത്. കാരണം അമ്മയില്ലാത്തതുകൊണ്ട് ഗുരുത്തിയമ്മയെ കാണുമ്പോൾ അമ്മയായിട്ട് തോന്നുന്നേ. അപ്പോൾ അങ്ങനെ സ്നേഹപൂർവ്വമായിരുന്നു. എന്ത് പറഞ്ഞാലും ഒക്കെ ചെയ്യുമായിരുന്നു. ഒന്നും പിന്നീടുള്ള ഇതായിട്ട് വെക്കുകയില്ല. അമ്മ പറയുന്നതെല്ലാം ചെയ്യും. അതുപോലെ മറ്റേ സഹോദരങ്ങൾക്കാണെങ്കിലും നന്മ ചെയ്യാൻ നോക്കും. ആരോടൊന്നും മിണ്ടുകയില്ല. പരിശീലനം എത്ര വർഷം ഉണ്ടായിരുന്നു? 2 വർഷം. 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വ്രതവാഗ്ദാനത്തിന് വലിയ ആഘോഷമായിട്ടൊക്കെ നടത്തിയോ? നടത്തി. ഭരണങ്ങാനം പള്ളി വെച്ചായിരുന്നു. ഞങ്ങൾ 63 പേരായിരുന്നു ആകെ. അന്നേരം പള്ളി നിറച്ച ആളുണ്ട്. മുറ്റത്തും ഒക്കെ വന്ന് നിൽക്കണം. അന്നേരം കുഞ്ഞാങ്ങളെ ഒക്കെ ഉണ്ടായിരുന്നു. ഉടുപ്പിട്ടതിന് ശേഷം അമ്മ പഠിക്കാൻ പോയോ? പിന്നെ പഠിക്കാൻ വിട്ടില്ല എന്നെ. ഓഫീസ് വർക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ക്ലാർക്ക് ജോലിക്ക് അവിടെ ആളില്ലായിരുന്നേ.
അന്ന് ഏത് ഗവൺമെൻറ്റിലായിരുന്നു? സെൻറ്റ് ജോസഫ് GHS മറ്റക്കര. മറ്റക്കര. മഞ്ഞാമറ്റെന്ന് പറയും സ്കൂളിൻ്റെ പേര്. കുറേ വീതം മാതറിനൊക്കെ വിടണമെന്നായിരുന്നു. അന്നേരം മാതർ പറയുന്നത് സമ്മതിക്കുകയല്ലേ ഓമ്മ. അങ്ങനെ നിർബന്ധിച്ച് 3 മാസമൊക്കെ പോയി പഠിച്ചേച്ച് എഴുതി വെച്ചേച്ച് പിന്നെ തിരിച്ച് വന്ന് ഈ ക്ലാർക്ക് ജോലിക്ക് കയറി. ക്ലാർക്ക് ജോലിക്ക് മറ്റക്കര കയറിയല്ലേ? അന്നേരം കയറിയിട്ടോ പഠിക്കാൻ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇത് പഠിക്കണമല്ലോ, ചൊല്ലോടും ചോദിച്ച് സമയം കളയുക. അത് കാരണം KSR ഒക്കെ പഠിച്ചു. ജോലിയുടെ കൂട്ടത്തിൽ അതോട് പഠിച്ചിട്ട് പരീക്ഷ എഴുതി. അത് കാരാപ്പുഴ സ്കൂളിലായിരുന്നു പരീക്ഷ, കോട്ടയത്ത്. 7 മണിക്കായിരുന്നു പരീക്ഷ. അപ്പം രാവിലെ തലേ ദിവസമേ പോയി അവിടെ കോട്ടയത്ത് കിടന്നിട്ട് ഒരു സിസ്റ്ററുടെ കൂട്ട് വരും. അങ്ങനെ പോയി ഒന്ന് പരീക്ഷ എഴുതി ജയിച്ചു. ക്ലർക്ക് ജോലി ഏകദേശം എത്ര വർഷം ഈ ജോലി ചെയ്യാൻ സാധിച്ചു? 28 വർഷം. ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്യുവാണ് ചെയ്തത്? അതെ. അതെ. അതിനിടയ്ക്ക് അമ്മയ്ക്ക് എന്താ അസുഖം വന്ന്? ഞാൻ 2 കൊല്ലം സിസ്റ്ററായിട്ട് ഈ വാഴക്കാട് സ്കൂളിലേക്ക് എന്നെ സ്ഥലം മാറ്റിയായിരുന്നു 12 വർഷമായപ്പോൾ. ലയോമ എന്ന് പറയുന്ന ആളുടെ അനിയത്തിയായിരുന്നു അവിടുത്തെ ഹെഡ് മിസ്സസ്. അപ്പോൾ ഓഫീസ് വർക്കൊന്നും അവർക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയതാണ്. അവിടെ ചെന്നപ്പം അവിടെ ഉള്ളവരെല്ലാം എന്നിട്ട് മറ്റവരെയൊക്കെ വിട്ട് അവിടെ നിന്ന് എനിക്ക് പകരം വെച്ചവരെയൊക്കെ പറ്റുകയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴല്ലേ എനിക്കൊരു അസ്വസ്ഥത. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നീലൂർ മലമുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു, ഹെർമിറ്റേജായിട്ട് ജീവിക്കാൻ. അപ്പോൾ എൻ്റെ കൂടെ 3 പേരുടെ കൊടുത്ത് വന്നു. മൂവാറ്റുപുഴയിൽ നിന്ന്, കോതമംഗലം പ്രൊവിൻസിലെ ഒരാൾ വന്നപ്പോൾ പിന്നെ തിരി അവർ തന്നെ ചോദിക്കാൻ തുടങ്ങി ഞങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന്. എറണാകുളമായിട്ട് നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ഇത്. അപ്പോൾ ഉറുസ്ലാമയ്ക്ക് വലിയ താല്പര്യമായിരുന്നു ഈ കാര്യം. ഒന്നും വേറൊന്നിനല്ല പോകുന്നത്, കൊച്ചുങ്ങൾ പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്, പോക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എപ്പോഴും സഹായിക്കുമായിരുന്നു എന്നെ, ഭരണങ്ങാനത്തെ അമ്മ. അവിടെ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നോ? ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ വടക്കേക്കരക്കാരുടെ വീടാണ്. അത് മക്കളെല്ലാം സിസ്റ്റേഴ്സ് അച്ഛന്മാരുമായിട്ട് പോയി. ഒരു മകൻ മാത്രം കല്യാണം കഴിച്ച് ജീവിച്ചു. അപ്പോൾ ആ കല്യാണം കഴിച്ച മകന് താഴോട്ട് പോന്നു. വഴി കുന്നായത്. അവിടെ താഴെയുള്ള വഴിയിൽ ഒരു വീട് മേടിച്ച് അവർക്ക് സൗകര്യമുണ്ട്. അവിടെ താമസിച്ചപ്പോഴേ നിങ്ങൾ എങ്ങനെയാണ് അന്നേരം നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റാവശ്യങ്ങളും ഒക്കെ നടത്തിയത്? ഞങ്ങൾ ആ പറമ്പിൽ തന്നെ എടുക്കാനുണ്ട് സാധനങ്ങളൊക്കെ. പിന്നെ രാവിലെ പള്ളിയിൽ പോകണം. 4 മണിക്ക് ഞങ്ങൾ എണീക്കും. ഞങ്ങളുടെ ദിനചര്യയ്ക്ക് വ്യത്യാസമുണ്ട്. 4 മണിക്ക് എന്ത് സൂര്യകീർത്തനം പാടും. കഴിഞ്ഞ് കുറച്ച് ചെറിയ പ്രാർത്ഥന കഴിഞ്ഞ് ചന്നേരം നടക്കാൻ തുടങ്ങിയാലേ 2 മൈൽ താഴെ വരുള്ളൂ. 2 മൈലുകളുണ്ട് താഴോട്ട് വരാൻ. ഈ വലിയ ഈ നോയമ്പ് കാലത്തൊക്കെ പെസഹ കാലത്ത് മാത്രം ഒരു പ്രാവശ്യം കുന്ന് കയറി എല്ലാവരും വരും. അവിടെ കുന്നേൽ അവിടെ സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ അടുത്തായി വീട്. ഞങ്ങൾ ആ കുരിശുപള്ളിയുടെ മുറ്റത്ത് പോയിരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. വൈകുന്നേരം 3 നേരം ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഭക്ഷണം നിങ്ങൾ തന്നെ പാചകം ചെയ്തു? തന്നെ പാചകം ചെയ്ത് കഴിക്കും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞ് പിന്നെ ഭക്ഷണമില്ല. എന്നിട്ട് പാറപ്പുറത്തോട്ട് പോകും, മുകളിൽ കുരിശുപള്ളി എടുത്ത്. അന്നേരം ആളുകളെല്ലാം പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ തീർത്തിട്ട് ആ സമയത്ത് വരും അവിടെ. എന്നിട്ട് പാറപ്പുറം നിറയെ ആൾക്കാരാണ്. പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് നമസ്കാരം ചെല്ലും. അത് കഴിഞ്ഞ് കൊന്ത ചെല്ലും. ഇങ്ങനെ എല്ലാം പ്രാർത്ഥിക്കും. അന്നേരം അവരോട് കൂടി പ്രാർത്ഥിക്കും. അവർക്ക് വലിയ സന്തോഷമായിരുന്നു അത്. അങ്ങനെ എത്ര കാലം ഉണ്ടായിരുന്നു നിങ്ങൾ? 1.5 കൊല്ലം അവിടെ ജീവിച്ചുള്ളൂ. അന്നേരം തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? തിരിച്ചു പോകുന്നത് കുന്ന് കയറി വരാൻ ആർക്കും പറ്റുന്നില്ല. സിസ്റ്റേഴ്സിന് കുന്ന് കയറാൻ പറ്റിയില്ല. പിന്നെ അസീസിക്കാരെ ഇങ്ങനെ ഓരോ ആൾക്കാർ കാണാൻ വരുമായിരുന്നു. ചില കൊച്ചുങ്ങൾ വന്നിട്ട് കണ്ടേച്ച് സിസ്റ്ററായിട്ടുണ്ട് നമ്മുടെ ഭവനത്തിൽ തന്നെ. എൻ്റെ പേര് സിസ്റ്റർ ഡെയ്സി മരിയ. ഞാൻ കലിസ്റ്റിസമ്മയുടെ ആങ്ങളയുടെ മകളാണ്. കലിസ്റ്റിസമ്മ ചെറുപ്പത്തിൽ അമ്മാമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അമ്മാമ്മ മഠത്തിൽ പോകാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ്.
അപ്പോൾ മഠത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി നേരത്തെ 4 വയസ്സായപ്പോഴേ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി അമ്മാമ്മ ചേർത്ത് 3-ാം ക്ലാസ് വരെ അമ്മാമ്മയുടെ കൂടെ പോയി ഞാൻ പഠിച്ചു. അമ്മാമ്മ എന്നെ എടുത്തോണ്ടായിരുന്നു സ്കൂളിൽ പോവുക. 3-ാം ക്ലാസ്സിൽ കയറിയപ്പം അമ്മാമ്മ മഠത്തിലേക്ക് പോയി. ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്, അമ്മാമ്മ പഠിച്ച സ്കൂളിൽ. അമ്മാമ്മ സിസ്റ്ററായി വന്നു കഴിഞ്ഞ് സ്കൂളിൽ ക്ലർക്ക് ജോലിയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ചാച്ചി പറഞ്ഞു വിടും, ചാച്ചി ഏക സഹോദരനാണ്, അമ്മാമ്മയെ അന്വേഷിക്കാതെ ഒരു ദിവസവും പോലും കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ചെന്ന് അമ്മാമ്മയെ കണ്ട വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വരികയുള്ളായിരുന്നു. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അമ്മാമ്മ അവിടെ തന്നെയാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മാമ്മയുടെ കൂടെ മഠത്തിൽ പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്ത് ചെയ്താൽ എന്നെ വിടുകയില്ലായിരുന്നു. പിന്നെ അമ്മാമ്മ 2 വർഷം കൂടെ പോയി പഠിച്ചോളാൻ പറഞ്ഞു. അൽഫോൻസ കോളേജിൽ പോയി ഞാൻ പഠിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ അമ്മാമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മാമ്മ എനിക്ക് മഠത്തിൽ പോരണം. അങ്ങനെ അമ്മാമ്മ എന്നോട് പറഞ്ഞു, ചാച്ചിയോട് പറ. അന്നേരവും ചാച്ചി എന്നെ കൊണ്ടുവിടാൻ വരികയില്ലായിരുന്നു. ചാച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മഠത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയും കൂടാതെയാണ് ആദ്യം മഠത്തിൽ ചേരാനായിട്ട് ചെന്നത്. അവിടെ നിന്ന് പിന്നെ മഠത്തിൽ ചേരുകയും ഉടുപ്പിട്ട് അമ്മാമ്മയുടെ ഈ പ്രവർത്തന രംഗങ്ങളിലെല്ലാം ആ സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിക്കുക. ക്ലർക്കായിട്ട് അമ്മാമ്മ വാഴക്കാട്ടേക്ക് മാറി. ആ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാനിടയായി. അമ്മാമ്മ പെൻഷനായപ്പോൾ പെൻഷൻ വരെയും രോഗിയായിരുന്നു. ഈ നീലൂര് മലമുകളിൽ നിന്ന് പിന്നെ എങ്ങനെയാ നിങ്ങൾ കിഴപ്പറയാറ്റിലെത്തിയത്? ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നുണ്ടെന്നുള്ള ഒരു സൂചന അവിടുത്തെ വികാരിച്ചും പറഞ്ഞിട്ടായിരിക്കും കിഴപ്പറയാർ അറിഞ്ഞു. അങ്ങനെ കിഴപ്പറയാറ്റിലെ കൈക്കാരന് അവിടെ വന്നു. നിങ്ങൾ എങ്ങോട്ടേലും പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരണം, അവിടെ ആരും മടം തുടങ്ങുകയില്ല, ഒന്നുമില്ല, ഞങ്ങൾ മടവും തന്നോളാം, എല്ലാം തന്നോളാം, നിങ്ങൾ പറയുന്നതിലൊക്കെ പണിതോളാം എന്നൊക്കെ പറഞ്ഞത് പോയി. 2 മാസം കൊണ്ട് വേഗം തന്നെ വീട് തീർത്തു. സെൻറ്റ് ഗ്രിഗറിയുടെ തിരുനാൾ ദിവസം കയറി താമസിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ വീട് സിമെൻ്റൊന്നും ഇട്ടില്ല മുമ്പ്. അന്നേരം കിഴപ്പറയാർ അടുത്താണ് നമ്മുടെ പാലാ പിതാവിൻ്റെ വയലി പിതാവിൻ്റെ വീട്. പിതാവ് അവിടെ വന്ന് മണലെ മുട്ടുകുത്തി നിന്നു പ്രാർത്ഥിച്ചു. വളരെ നന്നായിരിക്കും. ഇടയ്ക്ക് ചോദിക്കും കപ്പയിട്ടോ വല്ലതും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പിതാവ്. അങ്ങനെ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു. 3 പേരെ അന്നേരം ഞങ്ങളുള്ളൂ. അവിടെ നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? സ്ഥലം കുറച്ച് സ്ഥലം ഒരാളുടെ മേടിച്ചു തന്നതാണ്, ഇരുവരിക്കാരുടെ ആളുടെ. അവിടെ സ്വന്തമായിട്ട് നിങ്ങൾ ജോലി ചെയ്ത്? സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം ഉള്ളിടത്ത് ജോലി ചെയ്യും. പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടി കുഴിച്ച് അവിടെ വെള്ളം കുറേ കിട്ടി. കന്നുകാലി. കിഴപ്പറയാറ്റിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? കിഴപ്പറയാറ്റിൽ മാർച്ച് മാസത്തിൽ പോകുന്നു. അവിടെ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ചു പോരാൻ സ്കൂൾ മാനേജർ പരാതി പറഞ്ഞു പിതാവിൻ്റെ അടുത്ത്. അപ്പോൾ പിതാവ് അന്നേരം പള്ളിക്കാൻ പറഞ്ഞ പിതാവാണ്, മറ്റേ പിതാവിന് ക്ഷീണമായതുകൊണ്ട് ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ പള്ളിക്കാൻ പറഞ്ഞ പിതാവ് ഞങ്ങളെ വിളിപ്പിച്ചു. സെമിനാരി വന്നു, അവിടെ അരമന വന്നു. അന്നേരം പറഞ്ഞു, എന്താണേലും ശരി, മടമൊന്നും കളയല്ലോ കേട്ടോ, ഞങ്ങൾ സൂക്ഷിച്ചോളാം, ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. സ്കൂളിലേക്ക്. അങ്ങനെ സ്കൂളിൽ തിരിച്ചു വന്നപ്പോഴാണ് ജോലികൾ ഭയങ്കരം. 3 കൊല്ലമായിട്ട് ഒരു ഫയലും തൊടാത്ത ഫയലുകൾ പോലും ഉണ്ട്. ഇൻസ്പെക്ഷനോ ഓഡിറ്റിനോ ഒക്കെ വരുമ്പം അവർ പറയും ക്ലാർക്ക് ലീവിലാ എന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. പകരം ചെയ്യാമെന്ന് പറഞ്ഞ ആൾ കാര്യമായിട്ട് ചെയ്തുമില്ല. അങ്ങനെ 3 കൊല്ലത്തെയും കൂടെ ഇരുന്നോട് മുഴുവൻ പഠിക്കണ്ടേ, മുഴുവനും മറന്നുപോയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുത്തി. ലീവ് തീർന്നില്ലായിരുന്നു എൻ്റെ. ലീവ് തീരാതെ ആളിനെ കയറ്റിയതിനെ പറ്റി ഗവൺമെൻറ്റിൻ്റെ പരാതി. കോപ്പറേറ്റീവ് മാനേജർ അച്ഛനെ അറിയത്തില്ലായിരുന്നു.
അങ്ങനെ അവിടെ വന്ന് 6-7 മാസം കൊണ്ട് 8 മാസം എൻ്റെ അടുത്തും തോന്നുന്നു. ഒന്ന് ഇൻസ്പെക്ഷൻ ഓഡിറ്റും എല്ലാം കഴിഞ്ഞു. ഒത്തിരി തിരക്കിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നട്ടലിന് അസുഖമായി. എന്നാ നടത്തും എന്തായാലും സാധാരണഗതിയിൽ ജീവിച്ചേച്ച് പെട്ടെന്ന് ഇങ്ങനെ രായും പകലും ഇല്ലാതെ പണിയെടുത്തതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജുകാരൻ. അങ്ങനെ നട്ടൽ വളഞ്ഞു പോയി, യൂട്രസ് മാറിപ്പോയി, ബ്ലീഡിങ് നിൽക്കാത്ത ബ്ലീഡിങ്ങായി. അവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്നായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം അവധി എടുക്കാൻ പറ്റുമോ? അവർക്കും ശമ്പളം കിട്ടുന്നില്ല. പിന്നെ ഞാൻ താഴത്തെ സുഖേടുകാരുടെ കെട്ടിടത്തിലാണ് ഞാൻ കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് ഫയലെല്ലാം റൂമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മുഴുവൻ ഫയൽ ശരിയാക്കി ശമ്പളം കിട്ടാവുന്ന പോലെയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വയറ് ഈ അബ്സോർവ് ചെയ്തില്ലായിരുന്നു. ഇത് ഈ സ്റ്റിച്ച് പൊട്ടി ഒഴുകി രക്തം. അന്ന് കൃത്യമായി രക്തം ഒഴുകുന്ന സമയത്ത് പ്ലാസിനാൽ ആശുപത്രിക്കാർ ഡോക്ടേഴ്സ് നേഴ്സുമാരാണ് പുതിയ വന്നവർ കാണാൻ വേണ്ടി വന്നു. ഇവിടുത്തെ അവിടെ ഒരു സിസ്റ്ററുണ്ട് പെങ്ങള്, കുര്യൻ ഡോക്ടറുടെ. അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് അത് ശരിയാക്കി കഴിഞ്ഞ് പറഞ്ഞു ഇങ്ങനെ ചെയ്തിട്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 2 മരുന്നുകൊണ്ട് വെച്ച് കെട്ടാൻ കൊടുത്തു. അങ്ങനെ പിന്നെ അന്നേരം ഡോക്ടർ ഓഫീസർ വന്നായിരുന്നു അവിടെ. ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പണിയെടുക്കുകയും ലീവ് എടുക്കുകയും കൂടി ചെയ്യുന്നതിനാ. ലീവിൻ്റെ കാര്യം ഇല്ലായിരുന്നു. ഇതുപോലെ ജോലി ചെയ്യുന്ന താങ്കളും ജോലി ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ ആ ലീവ് അങ്ങനെയായിരുന്നു കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഈ നട്ടെല്ലിൻ്റെ അസുഖം പിന്നെ എങ്ങനെയാണ് ഇത്രയും കൂടുതലായി? വളരെ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ നട്ടിൽ വളഞ്ഞു പോയതാ കാര്യം. അതുകൊണ്ട് പുറത്ത് ബെൽറ്റ് ഇട്ടു. ഒരു കഴുത്ത് മുതൽ അര വരെ ബെൽറ്റ്, പോളിത്തീൻ ബെൽറ്റ്. അപ്പോൾ അത് വാർത്തെടുക്കുന്ന, ശരീരത്തിൽ വാർത്തെടുത്തിട്ട് ബെൽറ്റ് ഇടിപ്പിക്കുന്നത്. അതുകൊണ്ട് പുറതെല്ലാം പൊട്ടി ഒഴുകും. ഒഴിയാനും കാര്യമില്ല. അത് കെട്ടിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഉച്ചയ്ക്കൊന്ന് അഴിച്ചിട്ടേച്ച് ഓഫീസിൽ തന്നെ ഒരു സൗകര്യമുണ്ട്, ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. പലകക്കെട്ടിലേ കിടക്കത്തുള്ളൂ. പലക ഇട്ടിട്ട് അതേ കിടന്ന് പശുപ്പല്ലടിക്കുന്നവരെയും കിടക്കും. കൊണ്ടുവച്ച് ചോറ് അവിടെ കൊണ്ടുത്തരും. അങ്ങനെയാണ് സ്കൂളിലെ ജോലി ചെയ്തത്. അങ്ങനെ എത്ര വർഷം ഉണ്ടായിരുന്നു? വാക്കാട് 8 വർഷം. 8 വർഷം. അങ്ങനെ രോഗിയായിട്ട്. പിന്നെ അതിനുശേഷം അമ്മ ഈ അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്തു, ഒത്തിരി രോഗസൗഖ്യം കിട്ടി, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞു പെൻഷനായി കഴിഞ്ഞിട്ടാണ്. പെൻഷനായി കഴിഞ്ഞ് ഒരു ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത പോലെ അസുഖമായി. അന്നേരം ട്രാൻസ്ഫർ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നിരിക്കുന്നവർക്ക് ഇവിടെ അറിയത്തില്ല ആർക്കും. അതുകൊണ്ട് പാലായിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് ഞാൻ പോരെന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ അവധി കിട്ടിയപ്പോൾ ഈ SLC ബുക്കെല്ലാം കെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോയി 1 മാസം 2 മാസം പ്രാർത്ഥിച്ചിട്ട് വരാം. പെൻഷൻ കിട്ടുകയില്ല ഇപ്പോൾ ഉടനെ. അതുകൊണ്ട് പെൻഷൻ കിട്ടുന്നവരെ ആകുമ്പോഴല്ലേ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. അന്നേരം ഒരാളെന്നോട് വന്ന് പറഞ്ഞു എങ്ങനെയാണേലും ഇവിടുന്ന് പോകരുതെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ, ഞാൻ നിന്നെ പ്രതിയല്ലേ വന്നത്. എന്നിട്ട് പിന്നെ ഒരാളുടെ വാക്ക് കേട്ടിരിക്കണോ, ഞാൻ വേഗം പാരാന്ന് ഓപ്റ്റ് ചെയ്ത് ഇവരെ അറിയിച്ചില്ല. അതുപോലെ 6-7 എണ്ണം ഓപ്റ്റ് ചെയ്തെന്ന് അറിയുന്നില്ല ഞാൻ. മറ്റ് സിസ്റ്റേഴ്സും അങ്ങനെ 7 പേരോ 8 പേരോ പോകുന്നു അവിടുന്ന്. അന്നേരം ഓപ്റ്റ് ചെയ്ത് പോരുന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് വലിയ വിഷമമായി. അത് ഞാൻ പോകുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 മാസം പോയിച്ച് വന്നു. അവസാനം കാലത്ത് ഭരണങ്ങാനത്തേക്ക് ട്രാൻസ്ഫർ മേടിച്ചു. ഭരണങ്ങാനത്ത് മേടിച്ചത് ഒരു മാർക്സിസ്റ്റുകാരൻ വന്ന് ഒരു കൊച്ചിനെ ചേർത്തു, പിയൂണാണ്. അപ്പോൾ അടുത്ത കൊല്ലം മുതൽ പിയൂൺസിനെ ക്ലർക്കാക്കി വെക്കണമെന്ന് നിയമം വന്നിട്ടുണ്ട്. അപ്പം താങ്കൾക്ക് ആ ആളിന് ക്ലർക്കാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത്. അതെന്നോട് ആരാണ്ട് രഹസ്യത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് ഭരണങ്ങാനത്തിന് ട്രാൻസ്ഫർ തരണം, ഇൻ്റർമാൻ ട്രാൻസ്ഫറാണ്, അതുകൊണ്ട് തന്നേരെ കുഴപ്പമില്ല. അന്നേരം പറഞ്ഞു ഭരണങ്ങാനത്ത് പോകണ്ട, അവിടുത്തെ മുഴുവനും തെറ്റായി എഴുതുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താവുന്ന നോക്കിയിട്ടില്ല പറ്റിയതെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സൂക്കേട് വന്നാൽ ഞാൻ ലീവ് എടുക്കുമെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് ധൈര്യപൂർവ്വം ഭരണങ്ങാനത്തിന് പോന്നു. അങ്ങനെ ഭരണങ്ങാനത്ത് സ്കൂളിൽ വന്ന് അവിടുത്തെ ക്ലാർക്കിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി. ആ ക്ലർക്കിനൊന്നും അറിയത്തില്ല. ഞാൻ നോക്കാം ക്ലർക്കിനെ അവിടെ നിന്ന് ഇവിടെ പകരം വെച്ചേ കൊച്ചിനെ വെച്ചിട്ട് ഞാൻ പോയി അവിടെ വാക്കാട് പോയി അവനെ സഹായിച്ചിട്ടുണ്ട്. അന്നേരം ഉണ്ട് ഒരു 5-6 പേര് വരുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിപ്പോയി. എന്നെ അന്വേഷിച്ച് വരുന്നതാണ്.
ഈ ലീവ് എടുത്ത് അവിടെ കയറാൻ ആഗ്രഹിച്ചിരുന്നത്. ഇതെങ്ങനെ ഇവിടെ പറ്റി എന്നുള്ളത്. അപ്പോൾ പെൻഷനാകുന്ന ഭരണങ്ങാനത്തു നിന്നാണോ? അത് ഭരണങ്ങാനത്തു നിന്നാണ് പെൻഷനാകുന്നത്.